ഇപ്പം മമ്മൂക്കയോട് ഞാൻ മമ്മൂക്കയുടെ പണ്ട് കണ്ടിട്ടുള്ള സിനിമയുടെ രീതിയിൽ ഗുലാൻ ബിഹേവ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ മമ്മൂക്ക ചെയ്യണമെന്ന് നിർബന്ധവുമില്ല. മമ്മൂക്ക വന്ന് ഗുലാനായിട്ട് കുട്ടിയായിട്ട് വന്ന് ബിഹേവ് ചെയ്തപ്പോഴാണ് അതിനകത്ത് രസം ഉണ്ടായത്. ഫസ്റ്റ് ടേക്ക് വരുന്നത് മിക്കവാറും താരങ്ങൾക്ക് പിന്നെ വരില്ല. അതുകൊണ്ട് കഴിവതും ഫസ്റ്റ് ടേക്ക് ഒക്കെ വെക്കുന്ന പ്രത്യേകിച്ച് തമാശ പടങ്ങളിൽ സെക്കൻഡ് ടേക്ക് മെക്കാനിക്കലാവും. ഈ ഭൂമി കുലുക്കം എന്ന് പറഞ്ഞ് ഇതാക്കിയിട്ടേ അമ്പിടിച്ചിട്ട് ഇറങ്ങി ഓടുമ്പോ ബിന്ദു ചേച്ചി ആ മിക്സി എടുത്തില്ല എന്ന് പറഞ്ഞു. നിങ്ങള് മീശ മുഴുവൻ പഠിച്ചിട്ട് താട്ട് വന്നാൽ മതി. പാക്കിന്റെ മണം കാരണം വൊമിറ്റ് ചെയ്യാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ ഇപ്പൊ ചത്തുപോയെന്ന് നോക്കുമ്പോ ജഗദീഷ് ചേട്ടൻ വായിൽ പായിട്ട് ചവച്ചോണ്ടിരിക്കുമ്പോ എന്ത് കിട്ടിയാലും വലിച്ച് കയറ്റിക്കോണം എന്ന് പറയുന്ന ഡയലോഗ് ആ ഒരു വേരിയേഷൻ ആയിരുന്നില്ല. ബീഫ് ഞായറാഴ്ച മാത്രമേ മേടിക്കുന്നത്. 1/2 കിലോ ഇറച്ചിയാണ് വീട്ടിൽ മേടിക്കുന്നത്. അതിന് ബിരുദക്കാരും ചിലപ്പോൾ കാണും മുടിയാൻ വേണ്ടി. നിങ്ങൾ വേറെ സ്പേസിലേക്ക് മാറിയിട്ട് നിങ്ങളുടെ ഈ അച്ഛനമ്മയിലേക്ക് വരാൻ വേണ്ടി കൊതിക്കുന്ന വേറൊരു സെറ്റ് ഓഫ് ആൾക്കാരുണ്ട്. സമ്മതിക്കില്ലേ? നമ്മുടെ മാതാപിതാക്കൾ എപ്പോഴും തോക്കുന്നത് നമ്മുടെ സ്നേഹത്തിനുമില്ല. നമ്മൾ മാതാപിതാക്കളുടെ മുന്നിൽ തോക്കുന്നത് സ്നേഹത്തിനുമില്ല. ഡിഗ്രി കഴിഞ്ഞിട്ട് 2-3 വർഷക്കാലം നമുക്ക് പേരൻസിനോട് ചെറിയ ദേഷ്യം വരും. നമുക്ക് ഒരിക്കലും ഇവരുടെ കഷ്ടപ്പെടേണ്ട, പണി നിർത്താൻ ഞാൻ ചെലവിന് തരാം എന്ന് പറയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. എന്നെ ആൾക്കാർ സ്നേഹിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ടിവിയിലെ ഷോസിലും കൂടെ വരുന്നത് കൊണ്ട് അവരിൽ ഒരാളായിട്ടാണ് കാണുന്നത്. സിനിമ എത്ര ചെയ്തെന്ന് പറഞ്ഞാലും ഈ ക്രൗഡിന്റെ ഇടയിൽ നിൽക്കുമ്പോൾ ചേച്ചി ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി ഇതാണ് ആൾക്കാർ പറയുന്നത്. എല്ലാം കിട്ടിക്കഴിഞ്ഞിട്ട് ഇനി എന്ത് കിട്ടും, ഇനിച്ച പുഴാൻ കിട്ടുമോ അല്ലെ പരാമർ കിട്ടുമോ എന്ന് ചോദിച്ച് നടക്കുന്ന എല്ലാം ഉണ്ടേ. നമ്മുടെ കൈവിരൽ തുമ്പിലാണ് നമുക്ക് എല്ലാ സാധനവും. ആമസോണിൽ ഓർഡർ ചെയ്താൽ എന്തും അച്ഛനും അമ്മ വെച്ച് എന്തും കിട്ടും. ഇപ്പൊ അതും കിട്ടുമെന്ന് തോന്നുന്നു. മനസ്സ് വേറെയാണെന്ന് അറിയിക്കുന്ന അങ്ങനെയൊക്കെ ഒത്തിരി ട്രാവലുള്ള ഒരു വേഷം, അങ്ങനത്തെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ ഒരു വേഷം ചെയ്യണോ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe. We present you the perfect English. WhatsApp now 9633888575. യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്ന സിനിമയെപ്പറ്റി സംസാരിക്കാൻ മഞ്ജു പിള്ള, ജോണി ആന്റണി എന്നിവർ ചേരുന്നു. നമസ്കാരം. നമസ്കാരം വിഷ്ണു, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. എല്ലാ കാലത്തും മലയാള സിനിമയ്ക്ക് ഭയങ്കര ലവിങ് ആയിട്ടുള്ള കെയറിങ് ആയിട്ടുള്ള അച്ഛൻ അമ്മ സ്ഥാനങ്ങളുള്ള നടന്മാരും നടിമാരും ഉണ്ടായിരുന്നു. ലാലു ലക്സ് ഉണ്ടായിരുന്നു, രഞ്ജി പണിക്കർ ഉണ്ടായിരുന്നു, അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ അംബിക മാം ഉണ്ടായിരുന്നു. പലരും നിങ്ങളെ വിളിക്കുന്ന സമയത്ത് ഇത് ലവിങ്ങും കെയറിങ്ങുമായിട്ടുള്ള അച്ഛനും അമ്മയാണ്, ആ ഒരു വിശേഷങ്ങളോടുകൂടി സമീപിക്കുന്നവരാണോ ഡയറക്ടേഴ്സ് ഒക്കെ? ഈ പടത്തില് ഞങ്ങള് അച്ഛനും അമ്മയല്ല. ഞാൻ അച്ഛനാണ്, ഞാൻ വേറൊരു കുട്ടിയുടെ അമ്മയാണ്. ഇത് പക്ഷെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അച്ഛന്റെ കൂട്ടുകാരിയാണ്. ഞങ്ങൾ മകന്റെയും ഒരു കൂട്ടുകാരിയുടെ അമ്മയുടെ ഒക്കെ സ്ഥാനം മകനും കൊടുക്കുന്നുണ്ട്. അപ്പം അച്ഛന്റെ മകന്റെയും മനസ്സറിയാവുന്ന ഒരു അയലോക്കംകാരി, ഒരു കൂട്ടുകാരി, അങ്ങനെ ഒരാളാ മഞ്ജു. അച്ഛനോടൊപ്പം പഠിച്ച ഒരു ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. അല്ലാതെ ഇതിനകത്ത് മധുരമായ ഒരു അമ്മ അച്ഛൻ എന്നും പറഞ്ഞിട്ടൊന്നും വിളിച്ചിട്ടില്ല. റോൾ സംസാരിക്കുമ്പോൾ അങ്ങനത്തെ വിശേഷണങ്ങളൊന്നുമില്ല. ക്യാരക്ടർ പറയും, എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്ന ക്യാരക്ടർ, അമ്മ വേഷമാണ് എന്ന് പറഞ്ഞാൽ ആ അമ്മയ്ക്ക് എന്താണ് ക്യാരക്ടർ, അല്ലാതെ അങ്ങനെയില്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ജോണി ആന്റണി ചേട്ടന്റെ കാര്യത്തില് പൊതുവിൽ അങ്ങനെ കെയറിംഗ് ആയിട്ടുള്ള ഒരു അച്ഛൻ പലപ്പോഴും വരാറുണ്ട്. ഒത്തിരി കർക്കശയുള്ള ക്രൂരനായ അച്ഛനെ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ചെയ്ത വേഷങ്ങളിൽ. അല്ല, എനിക്ക് ഈ പറഞ്ഞ മഞ്ജുവിനും ഒക്കെ വരുന്നുണ്ട്. എനിക്ക് പറഞ്ഞ അങ്ങനത്തെ വേഷങ്ങൾ ഇപ്പം ഞങ്ങൾ അച്ഛനും ഹസ്ബൻഡും വൈഫുമായിട്ട് 2-3 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഓരോ കാലത്തും ഓരോരുത്തരും എന്ന് പറയില്ല. ഇപ്പം നമ്മൾ ചെയ്ത സിനിമകൾ, ഇപ്പോൾ ഞാൻ എന്താ പറയുക, ആദ്യമായിട്ട് അച്ഛനായ സിനിമ ലവിലൊരു അച്ഛനായി, അത് ഭയങ്കര ശ്രദ്ധിക്കപ്പെട്ടായിരുന്നു. പിന്നെ ഹൃദയത്തിൽ അച്ഛനായി, പിന്നെ നമ്മുടെ ജോൻ ജോയിൽ അച്ഛനായി, തല്ലുമാലയിൽ അച്ഛനായി. അപ്പം മഞ്ജു ഞങ്ങൾ ഓമയിടാറില്ലെങ്കിൽ സ്വർഗത്തില് ഞങ്ങൾക്ക് 2 പേർക്ക് മക്കളുണ്ട്. ഹലോ മമ്മിയിൽ അച്ഛനായിട്ട് അഭിനയിച്ചപ്പം എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ അത്യാവശ്യം ഇമോഷനും അത്യാവശ്യം ഹ്യൂമറും സീരിയസ് ആയിട്ട് വർത്തമാനം പറഞ്ഞാലും അത്യാവശ്യം തമാശ പറയേണ്ട ഒരു തമാശ പറഞ്ഞാലും നിൽക്കുന്ന, അല്ലെങ്കിൽ അത്തരം ഫ്ലെക്സിബിളായിട്ടുള്ള അച്ഛന്മാരെന്ന് പറഞ്ഞിട്ട് ആണ് നമ്മളെ വിളിക്കുന്നത്. പിന്നെ ചില ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, അയാൾ ചെയ്താൽ അത് പിന്നെ കൂടുതലായിട്ട് പ്രത്യേകിച്ചൊന്നും അവിടെ അങ്ങനെ ഒരു, അതുകൊണ്ടായിരിക്കുമല്ലോ നമുക്ക് മുമ്പുള്ള സീനിയേഴ്സായിട്ടുള്ള ആർട്ടിസ്റ്റുകളെ ആ കാലത്ത് വിളിച്ചോണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു സ്പേസ് ഇപ്പം നമുക്ക് കിട്ടുന്നു. ഇത് നാളെ മാറി നാളെ പുതിയ അച്ഛനും അമ്മയൊക്കെ ഇവിടെ വരും. അപ്പോൾ അങ്ങനൊന്നും പറയാൻ പറ്റില്ല. പിന്നെ അച്ഛനായിട്ട് മാത്രമല്ല ഞാൻ അഭിനയിക്കുന്നത്, കൂട്ടുകാരനായിട്ട് അഭിനയിക്കുന്നുണ്ട്, അമ്മാവനായിട്ട് അഭിനയിക്കുന്നുണ്ട്, കളക്ടറായിട്ട് അഭിനയിക്കുന്നുണ്ട്, വക്കീലായിട്ട് അഭിനയിക്കുന്നുണ്ട്, പോലീസ് ഓഫീസറായിട്ട് അഭിനയിക്കുന്നുണ്ട്. ഒരു കുടുംബജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ അച്ഛനും അമ്മയെന്ന് പറഞ്ഞാൽ വലിയ സ്ഥാനമല്ലേ. ആ സ്ഥാനത്തിൽ നമ്മളെ വിളിക്കുന്നത് നമുക്ക് വലിയ പ്രിവിലേജ് അല്ലേ അത്. അതെ. ഇങ്ങനെ ഹ്യൂമർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ പെട്ടെന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട്
ഒരു നെഗറ്റീവ് എഡ്ജ് ഉള്ള ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞാൽ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടുകയും നോട്ട് ചെയ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മണിച്ചേട്ടൻ അദ്ദേഹം ഗംഭീരമായിട്ട് ഹ്യൂമർ ചെയ്യുന്ന ആളാണ്, പക്ഷേ പെട്ടെന്ന് നെഗറ്റീവ് ചെയ്യുമ്പോൾ നമ്മളെല്ലാം ഭയപ്പെട്ടിട്ടുണ്ട്. അദ്വൈതം എന്നുള്ള സിനിമയിൽ വളരെ കുറച്ച് നേരം ഉള്ളെങ്കിൽ പോലും ഇന്നസെൻറ്റേട്ടൻ ചെയ്യുന്ന ക്രൂരതകൾക്ക് വല്ലാത്തൊരു മീറ്റർ ഉണ്ട് അതിനകത്ത്. എപ്പോഴെങ്കിലും അങ്ങനെ ക്രൂരനായിട്ടുള്ള ഒരാളാവാൻ വേണ്ടി സമീപിച്ചിട്ടുണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര നെഗറ്റീവ് വേഷം ആരും അങ്ങനെ വന്നിട്ടില്ല. ആഗ്രഹമുണ്ടോ? എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാനീ പറഞ്ഞല്ലോ, പക്ഷെ ചെയ്യുമ്പോൾ ഒരു കാര്യമുണ്ട്. ഒരു വില്ലൻ ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ പോലുള്ള ലെജൻഡ് അങ്ങനെയായിട്ടുള്ള ആൾക്കാർ ചെയ്തിട്ടുള്ള അതിലും നമുക്കൊരു ഒരാൾ വന്നിട്ടൊരു പെർഫോമൻസ് എന്ന് പറയുന്ന മുഹൂർത്തങ്ങൾ അതിനകത്ത് ഉണ്ടാവണം. ഹോം ചെയ്ത റോജിൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ ഒരു വില്ലൻ പരിപാടി ഇറങ്ങി ചെയ്യരുതേ, വെച്ചേക്കണം, ഞാനൊരു പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട്, ചേട്ടനിൽ നിന്നുള്ള ഒരു അങ്ങനത്തെ ഒരു വില്ലൻ എനിക്ക് ചെയ്യിക്കണം. അപ്പോൾ റോജിനെ പോലെ ഒരു ഡയറക്ടർ അങ്ങനെ പറഞ്ഞാൽ തീർച്ചയായിട്ടും റോജിൻ നമുക്ക് ചെയ്യാം, ഞാൻ റെഡിയാണ്, ഞാൻ അതിന് വേണ്ടി വേറെ പടങ്ങൾ വരുമ്പോഴാണെങ്കിലും ഞാൻ ഒഴിവായിക്കോളാം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. പക്ഷേ ആരും അറിയാതെ പോകുന്ന കൊച്ചു ചോട്ട വില്ലൻസൊക്കെ ഞാൻ ചെയ്തു പോകുന്നുണ്ട്. 2-3 ദിവസം 3 ദിവസം 4 ദിവസം റോളുകളിൽ. പക്ഷേ ത്രൂ ഔട്ട് ഒരു വളരെ ഷൂഡായിട്ടുള്ള, വളരെ പ്ലാൻ ചെയ്ത് വ്യത്യസ്ത തരത്തിൽ ആളുകളുടെ മുന്നിലും അഭിനയിക്കുന്ന, എന്നാൽ മനസ്സ് വേറെയാണെന്ന് അറിയിക്കുന്ന, അങ്ങനെയൊക്കെ ഒത്തിരി ട്രാവലുള്ള ഒരു വേഷം നമുക്ക് ഒരിക്കലും ആളുകൾക്ക് തോന്നുകയില്ല ഇയാൾ വില്ലനാണ് അങ്ങനെ തോന്നിക്കാതെ വന്നിട്ട് ഒമ്പടോ അങ്ങനത്തെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ ഒരു വേഷം ചെയ്യണമെന്ന്. അവസാനം പടാ എന്ന് പറയുന്ന, എന്നാൽ ചിലർക്കൊക്കെ മാത്രം അറിയാം ഇവർ കുഴപ്പമാണെന്ന്. അങ്ങനത്തെ ചില ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, മലയാളം ഒരുപാട് വന്നിട്ടുണ്ട്. ഞാൻ പേരെടുത്ത് പറയാത്തത്. അപ്പോൾ അതൊക്കെയാണ് ഉദ്ദേശം എന്ന് ചോദിച്ചാലോ എന്നോർത്തിട്ടാണ് ഞാൻ പറയാത്തത്. അതെന്റെ മനസ്സിലുണ്ട്. എനിക്ക് ഇഷ്ടമാണ് ഈ പറഞ്ഞ പോലെ ഈ തല വെട്ടുക, അങ്ങനത്തെ ഒന്നുമല്ല, വെടിവെക്കുക, അങ്ങനത്തെ ഒരു ക്യാരക്ടർ, അങ്ങനത്തെ ഒരു ഇതല്ല. ഞാൻ ഛാവ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ഒരു ക്യാരക്ടർ ഉണ്ട്, ആ ലേഡി ക്യാരക്ടർ, അത് ഭയങ്കര നെഗറ്റീവാണ്. അവരാണ് എല്ലാം സൂത്രധാര, അമ്മായിയുടെ അങ്ങനെയൊക്കെയുള്ള ക്യാരക്ടേഴ്സ് ഇല്ലേ. അതായത് ഈ പറഞ്ഞ പോലെ അവരെ കാണാൻ നല്ല ഭംഗി ഉണ്ടാവണം, ഭയങ്കര രസമായിരുന്നു, സാത്വികമായിട്ടുള്ള മുഖമൊക്കെ ആയിരിക്കും. പക്ഷെ അവരായിരിക്കും ഏറ്റവും ശകുനി സ്വഭാവമുള്ള ഒരു നെഗറ്റീവ് ക്യാരക്ടർ വരിക. അതൊരു ബോൾഡ്നെസ് അല്ല. എന്നാൽ ബാഹുബലിയിലുള്ള ആ ബോൾഡ്നെസ് ഉണ്ടല്ലോ, രമ്യ കൃഷ്ണൻ ചെയ്ത ആ ബോൾഡ്നെസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ ബോൾഡ്നെസ്സും ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷെ ഇവര് ചെയ്യുന്നത് ക്രൂക്കഡ് ആയിരിക്കും. ഇവര് അതൊരു പ്രത്യേക, അത് പറയാൻ അറിയില്ല, അത് വന്ന് ചെയ്ത് ഫലിപ്പിക്കാന്നുള്ളതാണ്. തീർച്ചയായിട്ടും മഞ്ജു, ഞാൻ എന്തെങ്കിലും ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് അത്തരം വിഷയങ്ങൾ അങ്ങനെ ഒരു ഇത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അറിയോ, ഇത് കണ്ടോണ്ടിരിക്കുന്ന പല ആൾക്കാരും പല ഡയറക്ടേഴ്സും വിചാരിക്കും, നമുക്കെന്നാ വേഷം മഞ്ജു ചേച്ചിയെ കൊണ്ട് ചോദിക്കല്ലേ, ജൂനിയേഴ്സ് ആണ് പറയല്ലേ, മഞ്ജുവിനെ കൊണ്ട് ചോദിക്കുക, സീനിയേഴ്സ് പറയും, ഉറപ്പായിട്ടും വിളിക്കുക. കാരണം മഞ്ജുവിൻ്റെ കയ്യിൽ അത് സേഫ് ആയിരിക്കും എന്ന് അവർക്കറിയാം. അതുകൊണ്ട് ധൈര്യമായിട്ട് ഒരു ആക്ടർമാർക്ക് ഉള്ള സൗകര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ രസതന്ത്രം എന്നുള്ള സിനിമയിൽ അച്ഛൻ മരിച്ചതിന് ശേഷം ആ മരണ വാർത്ത അറിഞ്ഞ ലാലേട്ടൻ്റെ ഒരു കൈയിൻ്റെ ഒരു ക്ലോസാണ് ഇങ്ങനെ വെക്കുന്നത്. അങ്ങനെ ചില ആക്ടേഴ്സിനെ കൊണ്ടുള്ള ചില സൗകര്യങ്ങളുണ്ട്. ഇപ്പം ജോണി ആൻ്റണി എന്നുള്ള ഒരു ആക്ടറിനെ എടുത്ത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് പലപ്പോഴും സിനിമ കാണുമ്പോൾ തോന്നിയിട്ടുള്ളൊരു കാര്യം, ഒരു സന്ദർഭം എത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആക്കാൻ പറ്റും ആ ഒരു സ്ഥലത്ത് ചേട്ടൻ കറക്റ്റ് ഫിറ്റാണ്. ഈ ഇന്നസെൻ്റ് ചേട്ടനൊക്കെ കാക്കുകുയിൽ ചെയ്ത പോലെ അത് ചേട്ടൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഏരിയ. അങ്ങനെ ആരെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇതാണ് സ്വയം എൻ്റെ ഏരിയ, അതായത് പ്രശ്നം എത്രത്തോളം വഷളാക്കാൻ പറ്റും, അവിടെ എത്രത്തോളം ചിരി ഉണ്ടാക്കാൻ പറ്റും, അതാണ് എൻ്റെ ഏരിയ എന്ന് തിരിച്ചറിഞ്ഞൊരു ജോണി ആൻ്റണി ഉണ്ടോ? അങ്ങനെ വരുന്ന ക്യാരക്ടേഴ്സിനനുസരിച്ച് ഇപ്പം ഞാനൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മളിനി എത്ര വിചാരിച്ചാലും പണ്ട് ലെജൻസ് ചെയ്തതിൻ്റെ ആ കഥാപാത്രങ്ങളുടെ നിഴലുകൾ തന്നെയാണ് ഇപ്പം എന്നെപ്പോലുള്ള ആളുകൾ ചെയ്യുന്നത്. അവർ ചെയ്തതിൻ്റെ അപ്പുറത്തോട്ടും ഇല്ല ഇപ്പുറത്തോട്ടും ഇല്ല കഥാപാത്രം. ഇപ്പം പ്രിയൻ സാറ് പറഞ്ഞു, ഇനി എനിക്ക് സിനിമ എടുക്കാൻ ഭയമാണ്, കാരണം എൻ്റെ ആൾക്കാരെല്ലാം പോയി. സത്യമാണ് അദ്ദേഹം പറഞ്ഞത്. അവർക്കൊന്നും പ്ലേസ്മെൻ്റ് ഇല്ല. പക്ഷേ നമ്മളറിയാതെ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ അനീഫ് ഖാൻ ചെയ്ത ടൈപ്പ് റോളുകളോ ഇന്നസെൻ്റ് ചേട്ടൻ ചെയ്ത റോളുകളൊക്കെ അമ്പിളിച്ചേട്ടൻ ചെയ്ത റോളുകളൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരും. ചെയ്യുമ്പോൾ നമ്മൾ ഉള്ളിൽ ഉപബോധ മനസ്സിൽ നമുക്കും അറിയാം ഇത് അവരൊക്കെ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഭയങ്കര രസമായാലും. പക്ഷേ വേറെ മാർഗ്ഗമില്ല, ഇപ്പം ഞാൻ ചെയ്തേ പറ്റുള്ളൂ. ഈയിടെ ഒരു നിരൂപകൻ പറഞ്ഞു, പണ്ട് പിന്നെ ഇന്നസെൻറ്റും അമ്പിളിച്ചേട്ടനൊക്കെ ചെയ്തിരുന്ന റോളുകൾ ഇപ്പോൾ ജോണി ആൻ്റണിയൊക്കെ ചെയ്ത് കണ്ട് തൃപ്തി അടയേണ്ട അവസ്ഥയാണ് എന്ന് പറഞ്ഞു. അതൊരു ദുരവസ്ഥ പോലെ ദുരവസ്ഥ പോലെ പറഞ്ഞു. അല്ല, ഞാനിപ്പോൾ ഈ നിരൂപനോട് പറഞ്ഞില്ലല്ലോ, എന്നെ വിളിക്കാൻ പറഞ്ഞില്ലല്ലോ, അല്ലേ? അല്ലെങ്കിൽ പിന്നെ നിരൂപനം കൊണ്ട് അഭിനയിച്ചൂടെ ഏതാ? പക്ഷേ നമ്മുടെ സാധാരണ ഓഡിയൻസ് ഇതെല്ലാം കണ്ട് ചിരിക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? ആ സിനിമ ഭയങ്കര വിജയവുമായിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ അന്നപ്പോൾ കിട്ടുന്ന സ്വീകരണം മാത്രമേ നമുക്ക് വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ അത് എല്ലാത്തിലും അങ്ങനല്ലേ, രാഷ്ട്രീയത്തിലും അങ്ങനല്ലേ. ഏത് പ്ലേസ്മെന്റിലും എനിക്ക് മുമ്പുള്ള ആളുകൾ എന്നാലും നല്ലതായിരിക്കും, പക്ഷെ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, അവരാകാൻ എനിക്കൊരിക്കലും പറ്റില്ല. അവർക്ക് കിട്ടിയ സാഹചര്യം ആയിരിക്കില്ല എനിക്ക് കിട്ടുന്നത്. അപ്പം നമ്മൾ ഉള്ളിടത്ത് നല്ലത് കേൾപ്പിക്കുക എന്നുള്ളത് മാത്രമേ നമ്മളെ കൊണ്ട് ചെയ്യാൻ മാക്സിമം
ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇടപെടുന്ന അല്ലെങ്കിൽ പ്രശ്നം വഷളാക്കുന്ന കഥാപാത്രം വരികയാണെങ്കിൽ ആര് പറയടാ അതെ അതെ ഉത്സാഹ കമ്മിറ്റി ചെയ്യാൻ പറ്റും, പക്ഷെ അത് വരണം. അതെ അതെ അതെ. പിന്നെ മിക്കവാറും വരുന്ന ബാലെ തീ പിടിച്ച കഥാപാത്രം, അയ്യോ അങ്ങനെയുള്ള കഥാപാത്രം അതൊക്കെ. ഇപ്പൊ ഇന്നസെന്റ് ഏട്ടൻ കൂടുതലും ചെയ്തിട്ടുള്ള കാര്യം മറ്റേ ചന്ദ്രലേഖന കഥാപാത്രം, പുള്ളിക്ക് പറയാൻ പറ്റുമോ പറയാൻ പറ്റിയല്ലോ, പറയാൻ പറ്റുമെന്ന് പറയാം. അങ്ങനത്തെ കഥാപാത്രങ്ങൾ മിക്കവാറും സിനിമയിൽ ഉണ്ടാകാറുണ്ട്. അതേ രീതിയിൽ പുള്ളി കഥാപാത്രം ഞാൻ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത ഉദയവര സുൽത്താനിലെ കഥാപാത്രം ഉണ്ണികൃഷ്ണനാണല്ലേ സുലൈമാനല്ലേ ഉണ്ണികൃഷ്ണൻ, ഇത് പറയാൻ പറ്റുമോ? അതുപോലെ തന്നെ രസതന്ത്രത്തിലും പറയുന്നുണ്ട് ഇല്ലേ, അവളില്ലേ പ്രകൃതി നീലാംബരി ഈ വാലത്തെ പിടിച്ച് ഇയാൾക്ക് മാത്രം സത്യം പറയാം, ഇത് പുറത്ത് പറയാൻ പറ്റുന്നില്ല, വേറെ ആരോടും പറയാനും പറ്റുകയില്ല എന്ന് പറഞ്ഞൊരു അവസ്ഥയില്ലേ. അത്തരം കഥാപാത്രങ്ങൾ എനിക്ക് നന്നായിട്ട് വഴങ്ങും. അങ്ങനെ പറയുകയാണെങ്കിൽ ഇന്നസെന്റ് ഏട്ടൻ ഒരു നിഴലാണെന്ന് തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ ഇന്നസെന്റ് ഏട്ടന് മുമ്പ് ഇന്നസെന്റ് ഏട്ടൻ ഒരുപക്ഷെ ആലോചിച്ചാൽ അടൂർ ബാസിന്റെ നല്ലതായിരിക്കും. ഓരോ കാലഘട്ടത്തിലും അവര് ഓരോ പീരീഡ് ഉണ്ട്. ഇപ്പൊ എസ് പി പിള്ള സാറ്, അടൂർ ബാസി, ബഹദൂർ സാറ്, അവരൊക്കെ ചെയ്തതിന്റെ അവര് ഒരു തലമുറ മുഴുവൻ വിചാരിക്കുന്നുണ്ട് അവർ ചെയ്തത്ര ഇവർ ഒത്തിട്ടില്ലെന്ന് വിചാരിച്ചിട്ടുണ്ടോട്ടെ ഇല്ലേ. ഇപ്പോഴും സത്യൻ സാറിന്റെ അപ്പുറത്തോട്ട് നടന്മാരില്ലെന്നോ വിശ്വസിക്കുന്ന ജനറേഷൻ ഇല്ലേ. അപ്പൊ അതുകൊണ്ട് അതെപ്പോഴും അവിടെ കിടക്കും. നമുക്ക് ഇത്രയേ ഉള്ളൂ, ഇതെല്ലാം നമ്മുടെ ഉള്ളിലുണ്ട്, ഒരിക്കലും നമുക്ക് അവരാകാൻ പറ്റത്തുമില്ല. നമുക്ക് കിട്ടുന്ന പരിമിതമായ സ്പേസിൽ നിന്നുകൊണ്ട് നമ്മുടെ കഴിവിൻ്റെ മാക്സിമം നമ്മൾ സിൻസിയറായിട്ട് പ്രവർത്തിക്കുക, അതാണ് ശ്രമിക്കുന്നത്. പിന്നെ നിരൂപണങ്ങൾ വരും, നിരൂപണങ്ങളുടെ ജോലി അതാണ്. എനിക്ക് ചില നിരൂപണങ്ങൾ എന്നെ നന്നാക്കി എടുത്തിട്ടുണ്ട്, ചിലർ പറയുന്നത് കറക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് തിരുത്തണം, അത് പറയില്ല. അത് പറഞ്ഞാൽ പിന്നെ നാളെ പോലെ ഇത് തന്നെ തുടങ്ങി, പിന്നെ തിരുത്തി അവസാനം ഞാൻ തിരുത്തൽവാദിയോ തിരുത്തി ഞാനല്ലാതായിപ്പോ. എല്ലാം തിരുത്താനൊന്നും പറ്റില്ല. ഒരു ആർട്ടിസ്റ്റ് പലപ്പോഴും ഡയലോഗ്സ് ഇംപ്രവൈസ് ചെയ്തിട്ട് അത് ചരിത്രമാവാറുണ്ട് മലയാള സിനിമയിൽ. ഇപ്പം കത്തിത്താഴയുടെ വാസ് ലെജൻഡ് തിലകൻ സാറിന്റെ കോൺട്രിബ്യൂഷൻ. അവിടെ എന്തെഴുതണമെന്ന് അറിയാതെ നിന്നിരുന്ന ലോഹിതദാസ് സാറിനോടും സി പി മലയാളിനോടും കത്തിത്താഴയുടെ എന്നുള്ളത് ഞാൻ 4 മോഡുലേഷനിൽ പറയാം. അതാണ് പിന്നെ ടേണിംഗ് പോയിന്റ് ആവുകയും ചരിത്രമാവുകയും ചെയ്യുന്നത്. ചേച്ചിക്ക് ഇപ്പോൾ ഒരു സിറ്റുവേഷൻ കിട്ടിയിട്ട് അവിടെ ഒരു സെറ്റ് ഓഫ് ഡയലോഗ്സ് വരികയാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്നൊരു എഡ്ജ് പറയാം, എൻ്റെ കയ്യിൽ നിന്നൊരു കോൺട്രിബ്യൂഷൻ ചെയ്യാം, ആ അവസ്ഥയിൽ എത്തി നിൽക്കുന്ന ചേച്ചി ഉണ്ടോ? ഇപ്പോൾ പല ഒരു വീട്ടമ്മ, ഇപ്പൊ ഹോമിലെ വീട്ടമ്മ ആയിരിക്കില്ല ഒരു കളക്ടറുടെ വേഷം ചെയ്താൽ അവരുടെ ഭാഷ മാറും. അപ്പോൾ നമ്മൾ സാധാരണ ഒരു വീട്ടമ്മ ആയിട്ട് നിൽക്കുമ്പോൾ സാധാരണ ഭാഷ ഉപയോഗിക്കും, അച്ചടി ഭാഷ ഉപയോഗിച്ച് ശരിയാവില്ല. നമ്മൾ അവിടെ ചെന്നിട്ട് നീ എപ്പോ ഇവിടെ വന്നു എന്ന് ചോദിക്കുന്ന പറ്റും, എപ്പോഴാ വന്നേ എന്താ, അത് രണ്ടും രണ്ടാണ്. അപ്പൊ അങ്ങനെ ഞാൻ മാറ്റാറുണ്ട്. പിന്നെ അഫ്കോഴ്സ് കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുമ്പോൾ അടുത്ത് നിൽക്കുന്ന ആർട്ടിസ്റ്റിന്റെ കയ്യിൽ നിന്നും നമ്മളുടെ കയ്യിൽ നിന്നും ഡയറക്ടറും എല്ലാവരും കൂടെ ചേരുമ്പോഴാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ ഫാലിമി അങ്ങനെ ചെയ്തൊരു മൂവിയായിരുന്നു, അതിനകത്ത് കംപ്ലീറ്റ്ലി ആർട്ടിസ്റ്റുകൾ എല്ലാവരും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്ത സാധനങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇംപ്രവൈസ്ഡ് സാധനങ്ങളാണ് കൂടുതലുള്ളത്. ഇപ്പം ഡയറക്ടർ ഓഫ്കോഴ്സ് ഉണ്ട്, ഇല്ലെന്നല്ല, ഡയറക്ടർ പറയുന്ന കുറെ സാധനങ്ങൾ പല രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ്. അതിനകത്ത് ഒരു സംഭവമുണ്ട്, ഈ പാക്കിന്റെ മണം കാരണം വൊമിറ്റ് ചെയ്യാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ ഇപ്പൊ ചത്തുപോയെന്ന് നോക്കുമ്പോൾ ജഗദീഷ് ചേട്ടൻ വായിൽ പായിട്ട് ചവച്ചോണ്ടിരിക്കുമ്പം എന്ത് കിട്ടിയാലും വലിച്ച് കയറ്റിക്കോണം എന്ന് പറയുന്ന ഡയലോഗ് ആ ഒരു വേരിയേഷൻ ആയിരുന്നില്ല ഉദ്ദേശിച്ചിരുന്നത്. ഒരു 2-3 രീതിയിൽ ചെയ്തപ്പോഴാണ് മാറ്റി മാറ്റി ചെയ്യിപ്പിച്ചു, അപ്പോഴാണ് ആ സാധനം കിട്ടുന്നത്. അതൊരു നിസ്സഹായ അവസ്ഥയാണ് പറഞ്ഞത്. എന്ത് കിട്ടിയാലും വലിച്ച് കയറ്റിക്കോണം എന്ന് പറയുന്നത് വേറെ രീതിയിലും പറയാം, എന്ത് കിട്ടിയാലും വലിച്ച് കയറ്റിക്കോണം ഇങ്ങനെയും പറയാം. അപ്പോ അങ്ങനെയുള്ള ഇംപ്രവൈസേഷനും കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനും ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആ സീനുകൾ നന്നാവും. നമുക്ക് തീരെ പരിചയമില്ലാത്തൊരു സിറ്റുവേഷനിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്കിത് സംഭവിച്ചാൽ എങ്ങനെ ഇരിക്കുന്നതാണോ അതോ ആ ക്യാരക്ടർ ഇങ്ങനെയാണോ ചെയ്യുക അങ്ങനെയാണോ വിചാരിക്കുക. ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് ഇപ്പോൾ ടീച്ചറിൽ പറയുന്നുണ്ടല്ലോ, വളരെ വളരെ പവർഫുൾ ആയ ഡയലോഗ് പറയുന്നുണ്ടല്ലോ, ലാത്തിക്ക് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നേ ലാത്തി കുഞ്ഞുങ്ങളെ പ്രസവിച്ചേനെ. അത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞൊരു വരികളാണ്, അവരുടെ ആത്മകഥാംശമുള്ള പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള വരികളാണ്. അതിൻ്റേതായിട്ടുള്ള ചൂടും അതിൻ്റേതായിട്ടുള്ള വിപ്ലവാംശമുണ്ട്. അപ്പോൾ അത് പറയുമ്പോൾ അവരെയാണോ ഓർക്കുക, അതോ ഞാൻ അങ്ങനെ ഒരു നേതാവായിരുന്നെങ്കിൽ ഇങ്ങനെ പറയും അങ്ങനെ ഓർക്കുമോ? ഇല്ല, ഞാൻ അവർ എന്തുമാത്രം ഇപ്പോൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ആലോചിച്ചു. അവരുടെ ആ ഡയലോഗിൽ തന്നെയുണ്ട് അവർ അനുഭവിച്ച ചെയ്തികൾ അല്ലെങ്കിൽ അവരനുഭവിച്ച അനുഭവങ്ങൾ അതിനകത്ത് തന്നെ ആ ഡയലോഗിൽ കിടപ്പുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എന്താണ് അർത്ഥമാക്കുന്നത്? അപ്പോൾ അവരെന്താണ് അവിടെ അനുഭവിച്ചത്? അത് വരുമ്പോൾ ഒരു ബോൾഡ്നെസ് കയറി വരും, നമുക്കറിയാതെ സ്വയമായിട്ട് വരും. എനിക്ക് അമ്മയും അച്ഛനും ഒക്കെ പറഞ്ഞ് ആ ജീവിച്ചിരുന്ന കഥാപാത്രം എന്താണെന്ന് എനിക്ക് കുറച്ചൊരു ധാരണയുണ്ട്.
അത് പിന്നെ പ്ലസ് ഡയറക്ടർ സംസാരിച്ച ക്യാരക്ടറിൻ്റെ ഒരു ഇംപ്രവൈസേഷനും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഡയലോഗ് കേട്ടപ്പോൾ തന്നെ എൻ്റെ ഉള്ളിലെ ഒരു സ്ത്രീ ഉണർന്നു എന്നുള്ളതാണ്. സീരിയസ്ലി എൻ്റെ ഉള്ളിലെ ആ സ്ത്രീ അപ്പോൾ എന്തുമാത്രം അവർ അനുഭവിച്ചിട്ടുണ്ടാവണം ചിന്തിക്കാൻ പറ്റില്ല. ദാറ്റ് മീൻസ് ഡൽഹിയിലുണ്ടായ ആ ഇൻസിഡൻറ്റുമായിട്ട് ബന്ധമുള്ളൊരു ഇൻസിഡൻ്റ് ആണിത്. നമുക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ അറിയാതെ നമ്മളുള്ളൊരു ബോൾഡ്നെസ് ഉണർന്നു വരും. അതങ്ങനെ അങ്ങ് ഡെലിവറി ചെയ്യാന്നുള്ളത്. മമ്മൂക്ക പറഞ്ഞിട്ടുണ്ട്, ജോണി ആൻ്റണി പറഞ്ഞ് കൺവിൻസ് ചെയ്തതുകൊണ്ട് മാത്രമാണ് ആനയെ പേടിയുള്ള ഞാൻ 2 വട്ടം ആനപ്പുറത്ത് കയറിയിട്ടുള്ളതെന്ന്. തുർപ്പുകാരനിലും കയറിയിട്ടുണ്ട്, മറ്റേ സിനിമകളിലും കയറിയിട്ടുണ്ട്. ഒരു ഡയറക്ടർ കൺവിൻസിങ് ആവുക എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത്. അതിൽ ഇപ്പോൾ UK ഡയറക്ടർ അരുൺ വൈഗ എവിടെ നിൽക്കുന്നു? അരുൺ മേടിച്ചെടുക്കാൻ അറിയാം. ഞാൻ നമ്മുടെ ഈ പറഞ്ഞ പോലെ പറഞ്ഞ് നമ്മളെ കൊണ്ട് അത് ചെയ്യിക്കാൻ നമുക്കറിയാം. പിന്നെ നമ്മൾ ചില കാര്യങ്ങൾ അങ്ങോട്ട് പറയുമ്പോൾ അത് മനസ്സിലാക്കാനും അരുണിനറിയാം. നമ്മുടെ അവസ്ഥ മനസ്സിലാക്കുന്നുണ്ട്, ഒരു ആർട്ടിസ്റ്റുകളുടെ അവസ്ഥ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ കാര്യത്തിൽ നന്നായിട്ട് പെരുമാറാൻ അറിയാം. പിന്നെ പറയുന്ന ഷോട്ടിൻ്റെ കാര്യത്തിലുമൊക്കെ അരുണിന് കൃത്യമായ ഒരു ക്ലാരിറ്റിയിൽ അരുണ് നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേറെ പ്രശ്നങ്ങളുമില്ല, അവിടെ നമ്മൾ കംഫർട്ടാണ്. അപ്പോൾ ഒരു കംഫർട്ട് സോണിൽ ഒരു ഡയറക്ടറിൽ നിന്ന് കിട്ടുന്നതാണ് ഒരു ആർട്ടിസ്റ്റിന് ഏറ്റവും വലിയ അവരുടെ ആർട്ടിസ്റ്റിൻ്റെ ധൈര്യം എന്ന് പറയുന്നത്. നമ്മളെ കൃത്യമായി ജഡ്ജ് ചെയ്യുന്നു, നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് ഒരു വിശ്വസ്തനായ ഒരാളാണെന്ന് പറയുന്നത് വലിയ സന്തോഷമാണ്. ഇപ്പോൾ ഈ കംഫർട്ടിൻ്റെ കാര്യം പറഞ്ഞില്ലേ സാർ, ഇപ്പം ചില ഡയറക്ടർമാർ വളരെ സ്പെസിഫിക് ആയിരിക്കും. അതായത് ഈ ഷോട്ടിൽ നിന്ന് എനിക്ക് ഈ ഷോട്ടിലേക്കാണ് മൂവ് ചെയ്യേണ്ടത്, അപ്പോൾ ഈ ഷോട്ടിൽ നീ ഇതേ ചെയ്യാവൂ, അതായത് കണ്ണട ഇങ്ങനെ ഊരാവൂ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു ലെജൻഡറി ഡയറക്ടർ അങ്ങനെ വന്ന് പറയുന്നതാണോ ആക്ടർ എന്നുള്ള രീതിയിൽ സാറിന് കംഫർട്ടബിൾ? അതെ, അല്ലെങ്കിൽ ഇതാണ് സാർ ക്യാരക്ടർ ചെയ്തോ, ഞാനിങ്ങനെ അത് ഒപ്പിയെടുത്തോളാം, ഏതിനാ കൂടുതൽ ഇഷ്ടം? എനിക്കിഷ്ടം ഒരു കഥാപാത്രം എന്നോട് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ചെയ്യിച്ചുകൊണ്ടിരുന്നത്. അത് ആർട്ടിസ്റ്റ് മാക്സിമം അതെന്താണ് ഉൾക്കൊണ്ടത് അത് അങ്ങേര് ചെയ്ത് വന്നിട്ട് അതിനകത്ത് ചെറിയ തിരുത്തലുകൾ വരുത്തുന്നതാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എന്നാന്ന് വെച്ചാൽ ഇപ്പം മമ്മൂക്കയുടെ പണ്ട് കണ്ടിട്ടുള്ള സിനിമയുടെ രീതിയിൽ ഗുലാൻ ബിഹേവ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ ഞാൻ അങ്ങനെ പറഞ്ഞാലും മമ്മൂക്ക ചെയ്യണമെന്ന് നിർബന്ധവുമില്ല. മമ്മൂക്ക വന്ന് ഗുലാനായിട്ട് കുട്ടിയായിട്ട് വന്ന് ബിഹേവ് ചെയ്തപ്പോഴാണ് അതിനകത്ത് രസം ഉണ്ടായത്. വളരെ ഈസി ആയിട്ട് പുള്ളി ബിഹേവ് ചെയ്തപ്പോഴാണ്, ഒരു സ്റ്റിഫ്നെസ്സും ഇല്ല, ഈസിയായിട്ട് അന്ന് അത് മമ്മൂക്കയുടെ കോൺട്രിബ്യൂഷനാണ്. അവിടെ ഞാൻ കയറി എന്തെങ്കിലും നമുക്ക് ഇങ്ങനെ വന്നാൽ നന്നായിരിക്കില്ലേ എന്ന വലിയ ഡൗട്ട്, അങ്ങനെയാണ് നമ്മൾ ചെയ്യിച്ചെടുക്കുന്നത്. പ്രത്യേകിച്ച് അത്രയും വലിയ ലെജൻഡായിട്ടൊരാളെ. അപ്പോൾ ഏത് ആർട്ടിസ്റ്റിനെങ്കിലും നമുക്ക് നല്ല മോനൊന്ന് ചെയ്യല്ലേ, പിന്നെ കുട്ടികൾ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ആ ചെയ്യൽ മാറ്റി പറിക്കുക. പിന്നെ അവർ ഇപ്പോൾ ഒരു പുതിയ ഒരാളാണ് വന്നേക്കുന്നത്, അവർ ചെയ്തിട്ട് ശരിയാകുന്നില്ലേ നമുക്ക് കാണിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ വിചാരിച്ച സാധനം ചെയ്യിക്കാൻ അവരെ കൊണ്ട് ശ്രമിക്കാം. ചിലപ്പം നമ്മൾ വിചാരിച്ച കാര്യം അവർ ചെയ്യുമ്പോൾ വേറൊരു വ്യക്തിയാണല്ലോ ചെയ്യുന്നത്, അതിനകത്ത് ചില പ്രത്യേകതകൾ വരും. അത് ചിലപ്പോൾ നല്ലതായിരിക്കും, മനസ്സിലായി, അത് ചിലപ്പോൾ നല്ലതായിരിക്കും. അപ്പം നമ്മൾ പറയും മോനെ അത് ഹോൾഡ് ചെയ്തോ, അത് നീ പറഞ്ഞ നല്ലതാ, അല്ല നീ ആ കണ്ണടച്ചത് നല്ലതാ, തിരിഞ്ഞ നല്ലതാ, അത് വെച്ചോ, എന്നിട്ട് മറ്റേത് പഴയ പോലെ തന്നെ ചെയ്യാൻ പറയും. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, വലിയൊരു കൊടുക്കൽ വാങ്ങലാണ്. ഇത് നമ്മൾ ഇതിലാരും പൂർണ്ണരല്ലല്ലോ കുഞ്ഞ്, നമ്മളെല്ലാവരും ഒരുപാട് ബലഹീനതകളുള്ള മനുഷ്യരല്ലേ. അപ്പം നമുക്ക് തന്നെ ഇത് ഇന്നത് വരുമെന്നുള്ളത് വന്നു കഴിഞ്ഞാലേ പറയാൻ പറ്റൂ. പല സീനുകളും ഈ പറഞ്ഞ പോലെ ഓൺ സ്പോട്ടിൽ വന്ന സീക്വൻസുകൾ ഒരുപാട് ഉണ്ടാവും നമുക്ക്, അല്ലേ? നമ്മൾ പ്രാക്ടീസ് ചെയ്യാത്തത് തന്നെ. അമ്പിളിച്ചേട്ടനൊക്കെ അതിന്റെ ഉസ്താദാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓൺ സ്പോട്ടിൽ വരുന്നത് ഭയങ്കരമായിട്ട് ഹിറ്റാവും. നമ്മൾ പ്ലാൻ ചെയ്താൽ ചിലപ്പോൾ അത് കിട്ടില്ല. നമ്മൾ പെർഫോം ചെയ്ത് പോകുമ്പോൾ ചില ആൾക്കാർ റിഹേഴ്സൽ പോലും ചെയ്യില്ലല്ലോ, നമുക്ക് എടുത്തു പോവാം, തെറ്റുവാണെങ്കിൽ വീണ്ടും എടുക്കാം എന്ന് പറയും. ചിലവർക്ക് റിഹേഴ്സലിൽ ചെയ്യുന്നത് പിന്നെ ടേക്കിൽ കിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, വർക്കാവില്ല. അത് നിങ്ങൾ ഫിലിമിൽ നിന്ന് പ്രാക്ടീസ് ആയി വന്നതിന്റെ ആണോ അതോ അറിയില്ല, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓ സത്യം, ഭയങ്കര ചിരി കിട്ടുമായിരിക്കും ആ ഫസ്റ്റ് ടേക്കിലേ. അത് പുള്ളി അങ്ങ് സന്തോഷിച്ച് നിൽക്കുമ്പോഴായിരിക്കും ക്യാമറ ഒരുത്തർ പാസ് ചെയ്തെന്നോ ഷാഡോ വീണെന്നോ അല്ലെങ്കിൽ അങ്ങനെ നിസ്സാര കാര്യം പറഞ്ഞുകൊണ്ടോ അപ്പോൾ പുള്ളി ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവും, ചൂടാവും ചെയ്യും, ദേഷ്യപ്പെടും. അപ്പോൾ പുള്ളി എപ്പോഴും പറയാറുണ്ട് പുള്ളിയുടെ കൂടെ അഭിനയിക്കുന്നവർ നല്ല ഡയലോഗ് പറയുന്നതൊക്കെ ചെറിയ ഇതാണെങ്കിലും ഒരു നല്ല ആളെ നിർത്തണമെന്ന് പറയും. കാരണം പുള്ളിക്ക് ഫസ്റ്റ് ടേക്കാണ് ഏറ്റവും ബെറ്റർ. അപ്പം അങ്ങനെയുണ്ട്, ഒരുപാട് പേരുണ്ട്. ഫസ്റ്റ് ടേക്ക് വരുന്നത് മിക്കവാറും താരങ്ങൾക്ക് പിന്നെ വരില്ല. അതുകൊണ്ട് കഴിവതും ഫസ്റ്റ് ടേക്ക് ഓക്കെ വെക്കുന്ന, പ്രത്യേകിച്ച് തമാശ പടങ്ങളിൽ ഫസ്റ്റ് ടേക്ക് ആയിരിക്കും നാച്ചുറൽ ഉഗ്രൻ, സെക്കൻഡ് ടേക്ക് മെക്കാനിക്കലാവും. ഇപ്പം ഈ സിനിമയുടെ അകത്ത് വല്ലാത്തൊരു യൂത്തിൻ്റെ വൈബ്രൻസ് നിൽക്കുന്നുണ്ട്, അപ്പുറത്ത് പണ്ടത്തെ ഒരു ലവ് സ്റ്റോറിയും പാരലി പറഞ്ഞു പോകുന്നുണ്ട്. ലവ് ആണോ അതോ നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള
എന്തെങ്കിലും ഒരു കേരളത്തിനോടുള്ള ലവ് ആണോ എന്താ ശരിക്കും UK ഒക്കെ പ്രേക്ഷകന് തിയേറ്റർ വിട്ട് വരുമ്പോൾ കിട്ടുന്ന ഒരു ഗീവ് അവേ ടേക്ക് അവേ എന്തായിരിക്കും? എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇപ്പം അച്ഛൻ മകൻ റിലേഷൻ, ഇതിനകത്ത് ഈ പറഞ്ഞ ലവ് അതിനകത്ത് ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയിട്ടുണ്ട്. അതാണെന്ന് തോന്നുന്നു മെയിൻ ആയിട്ട്. രണ്ട് ഡ്രീംസ്, അത് അപ്പൻ്റെ സ്വപ്നം മകൻ്റെ സ്വപ്നം, ഇത് തമ്മിലുള്ള ഒരു ഇതുണ്ടല്ലോ, കോൺഫ്ലിക്റ്റ് ഉണ്ട്. അത് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് എന്ന് പറയാം. പക്ഷേ ഇപ്പോൾ എനിക്ക് എൻ്റെ ജീവിതാനുഭവം വെച്ച് പറയുകയാണെങ്കിൽ നമുക്കൊരു 22-20 വയസ്സ് കഴിഞ്ഞപ്പോൾ 19 വയസ്സ് പ്രീ-ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു 2-3 വർഷക്കാലം നമുക്ക് പേരൻസിനോട് ചെറിയ ദേഷ്യം വരും. അതെന്താണെന്ന് ചോദിച്ചാൽ ഇവർ രണ്ടുപേരും അപ്പനും അമ്മയും കഷ്ടപ്പെടുന്നുണ്ടാവും. നമുക്ക് ഒരിക്കലും ഇവരുടെ കഷ്ടപ്പെടേണ്ട, പണി നിർത്താൻ ഞാൻ ചെലവിന് തരാം എന്ന് പറയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. ഇതല്ല കേട്ടോ ഇതിൻ്റെ കഥ, എൻ്റെ അനുഭവം. അതുകൊണ്ട് തന്നെ ഇവരെന്തെങ്കിലും സ്നേഹത്തോടെ പറഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും. കാരണം എന്നറിയോ, നമ്മുടെ ഉള്ളിലൊരിതുണ്ട്, ദൈവമേ എനിക്ക് ഇവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ഇവരുടെ തൊഴിൽ നിർത്തിക്കാൻ പറ്റുന്നില്ലല്ലോ എനിക്ക് എന്ന് പറയുന്ന ഒരുപാട് യുവാക്കളുണ്ട് ഇവിടെ, ഇല്ലേ? അതുകൊണ്ടാണ് ഇവരോട് ചില പറയാം, അവൻ ഭയങ്കര ദേഷ്യം, അവന് ഭയങ്കര ഈ പകുതിയും ഈ യുവാവിൻ്റെ ഉള്ളിൽ കരയുക. ശരിയാ. അവൻ പിന്നീട് ഒന്ന് ആശ്വസിക്കുന്ന എവിടെയാണെന്ന് വെച്ചാൽ അവൻ എവിടെയെങ്കിലും പോയി ഒരു ജോലിയൊക്കെ ആയി അത് നിർത്തി കഴിയുമ്പോഴായിരിക്കും അവൻ ഇച്ചിടെ കാമാകും എന്ന് പറയുന്നതിൽ അപ്പനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സ്വപ്നങ്ങൾ, അയാളുടെ സ്നേഹം, നമ്മുടെ രീതിക്കനുസരിച്ച് മകൻ പോകുമ്പോഴുള്ള സന്തോഷം, അവർ തമ്മിലുള്ള ചിരി, അവനെന്ത് ചെയ്യും, അപ്പനെ വിഷമിപ്പിക്കേണ്ട, അപ്പൻ്റെ ആഗ്രഹമില്ല സാധിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ അവന് ഇഷ്ടമില്ലെങ്കിൽ കൂടി അപ്പൻ്റെ ഇഷ്ടത്തിന് തയ്യാറായിട്ട് നിൽക്കുന്നേക്കാം. പിന്നെ ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ ആ മകൻ്റെ മുന്നിൽ തോറ്റു കൊടുക്കണം. ഈ സ്നേഹത്തിന് മുന്നിൽ തോറ്റു കൊടുക്കുന്നത് ഭയങ്കര ഒരു എന്നാ പറയണ്ടേ, അതിന് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നൊരു കാര്യമാണ്. നമ്മുടെ മാതാപിതാക്കൾ എപ്പോഴും തോക്കുന്നത് നമ്മുടെ സ്നേഹത്തിന് മുന്നില്ല, നമ്മൾ മാതാപിതാക്കളുടെ മുന്നിൽ തോക്കുന്നത് സ്നേഹത്തിന് മുന്നില്ല. സ്നേഹത്തിന് മുന്നിൽ തോക്കുക എന്ന് പറയുന്നതാണ് ഒരു മനുഷ്യൻ്റെ, എനിക്ക് തോന്നിയത് ഏറ്റവും ഇമോഷണലി വർക്കാവുന്ന ഒരു കാര്യം. കാരണം അവൻ്റെ സ്നേഹത്തിന് മുന്നിൽ നമ്മൾ തോറ്റുപോയി. ഇവിടെ ഇടുന്നുണ്ട് ഇത്, പ്രത്യേകിച്ച് യുവാക്കൾ നിങ്ങൾക്ക് നന്നായിട്ട് വർക്കാവും. എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളോട് സ്നേഹമുള്ള നമുക്കൊക്കെ എല്ലാവർക്കും ഇത് മനസ്സിലാവും. എന്ന് പറയുന്ന പോലെ ഇതിനകത്ത് അങ്ങനത്തെ ഒരു ബന്ധമുണ്ട്. ഈ ബന്ധത്തിനെ സഹായിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ പരസ്പരം, ഇപ്പോൾ എൻ്റെ മകനെ മനസ്സിലാക്കുന്ന ഒരു ക്യാരക്ടറാണ് ഇതിനകത്ത് മഞ്ജു ചെയ്യുന്നത്. അപ്പം മഞ്ജുവിന് എൻ്റെ കൂട്ടുകാരിയാണ് മഞ്ജു, എന്നോട് പഠിച്ചതാണ്. എൻ്റെ മകൻ്റെയും കൂട്ടുകാരിയോ അമ്മയാണ് മഞ്ജു. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയാവുന്ന, ഇവൻ ഇന്നത് പറഞ്ഞാലേ ഇവൻ ശരിയാവുള്ളൂ, ഇന്നത് പറഞ്ഞാലേ ഇവൻ ശരിയാവുള്ളൂ എന്ന് ഞങ്ങളെ നോക്കിക്കാണുന്ന ഞങ്ങളുടെ ഏറ്റവും നല്ല നെയ്ബറും അയലോക്കക്കാരി, അല്ലെ അവരും അവൻ്റെ മനസ്സുകൊണ്ട് അവൻ്റെ അമ്മ എന്നൊക്കെ പറയുന്ന ക്യാരക്ടറാണ് മഞ്ജു ചെയ്തതും മനോജ് കെ ചെയ്ത ചന്ദ്രൻ എന്ന് പറഞ്ഞ കഥാപാത്രം. അത് നമ്മുടെ നാട്ടുപുറങ്ങളിലൊക്കെ ഉണ്ട് ഈ കൊടുക്കൽ വാങ്ങലുകൾ, അയലോക്കത്തെ മനസ്സിലാക്കുന്ന, കൂട്ടുകാരെ മനസ്സിലാക്കുന്ന. അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടിയാണ്. ഇപ്പോൾ നമ്മുടെ സിനിമ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളൊക്കെ അനുഭവിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അവർക്കും ബാക്കിയുള്ള ആളുകളെ പോലെ കാറ് വാങ്ങിക്കണം, വീട് വാങ്ങിക്കണം, അവർക്കും ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ ജീവിതത്തെ ഏറ്റവും നന്നായി പുറത്തേക്ക് കാണിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ സിനിമയാണ് സ്വപ്നം കാണുന്നത്, അതിന് അതിൻ്റെതായിട്ടുള്ള പരിമിതികളും സ്വപ്നത്തിനൊരു വെയിറ്റിംഗും ഉണ്ടല്ലോ, എന്നാ സിനിമ സംഭവിക്കാന്നറിയില്ല. ഇപ്പോൾ സാറിനായാലും സാറിൻ്റെ ഫാദറിനോട് അല്ലെങ്കിൽ പാരൻസിനോട് ഇതൊരു കോൺഫ്ലിക്റ്റ് ആയിട്ട് പറയേണ്ടി വന്നിട്ടുണ്ടോ? ഇതാണ്, ഇതിന് സമയം പിടിക്കും, ഇത് നിങ്ങൾ മനസ്സിലാക്കുക, അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അതായത് എന്നെ സംബന്ധിച്ച് ഞാൻ പ്രീ-ഡിഗ്രി കഴിഞ്ഞിട്ട് സിനിമയ്ക്ക് ഒരു വർഷം ഞാൻ അവിടെ ഒരു എൻ്റെ സുഹൃത്തിൻ്റെ ബസ് ചെക്കർ കണ്ടക്ടറായിട്ട് പോയി. ചെക്കർ കണ്ടക്ടറായിട്ട് അത് കഴിഞ്ഞിട്ട് അപ്പം സിനിമ മനസ്സിലുണ്ട്, അങ്ങോട്ട് പോകാൻ നിൽക്കുന്നതന്നെ എൻ്റെ സുഹൃത്ത് ഒരാൾ ജോഗോട്ടിൽ ഒരാൾ കൊണ്ടുപോകാൻ നിൽക്കുകയാണ്. നീണ്ടു പോകുന്നുണ്ട്. പ്രീ-ഡിഗ്രി കഴിഞ്ഞ ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോൾ പുള്ളി വാക്ക് വരച്ച് എന്നെ മദ്രാസിൽ കൊണ്ടുപോയി. അപ്പോഴെൻ്റെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇവൻ അന്നേപ്പം ജീവിക്കാവുന്ന ഒരു ജോലി, എവിടെ ആയാലും ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിച്ചാൽ മതി എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അവർ വേറെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അവരുടെ കാര്യം അവർ അത്യാവശ്യം നോക്കിക്കോളും എന്നുള്ള സംഭവമാണ്. അത് അവിടെയാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് സിനിമ വേണം. ഞാൻ സിനിമയിൽ ചെല്ലുന്നു, ഒരു 1.5 വർഷം 2 വർഷം കഴിയുമ്പോൾ അസിസ്റ്റൻ്റ് ഡയറക്ടറാകുന്നു. നിസ്സാര ശമ്പളങ്ങളൊക്കെ ഉള്ളൂ. അത് ചിലപ്പോൾ അടുത്ത പടമൊക്കെ ഗ്യാപ്പ്, തുടരെ പടങ്ങളുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞു ഞാൻ അസോസിയേറ്റൊക്കെ ആയപ്പോൾ ഒരുവിധം പൈസ വരാൻ തുടങ്ങി. ഇതിനകത്തൊരു സംഭവം, നമ്മളിപ്പം ഒരുപാട് ലക്ഷം രൂപ ചിലപ്പം മാസം ശമ്പളം മേടിക്കുന്നവരുണ്ടാകും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, വെറും 10,000-20,000 രൂപ മാസം ശമ്പളമുള്ളവരും 2-3 കുട്ടികളുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടോ? അതിനാണ് സാമ്പത്തിക അച്ചടക്കം എന്ന് പറയുന്നത്. ഇപ്പം എൻ്റെ അമ്മച്ചി എനിക്ക് നന്നായിട്ടറിയാം, കുട്ടിക്കാലത്ത് 1 കിലോ വെളിച്ചെണ്ണ ആഴ്ചയാണ് മേടിക്കുന്നത്. 1 കിലോ വെളിച്ചെണ്ണ, എന്നാൽ എല്ലാ കറിക്കും ടേസ്റ്റും ഉണ്ടാവും, വറക്കേണ്ട അടുത്ത് വറക്കും, എല്ലാത്തിനും ഒരു കരുതലുണ്ടാവും. അതായത് ആഴ്ചയിൽ 2 കിലോ അരിയേ ഉണ്ടാവുള്ളൂ, 2 കിലോ അരി ആയിരിക്കും, അത് ഒരു നാഴി കൂടില്ല. അങ്ങനെ വലിയൊരു അച്ചടക്കം അവർക്കുണ്ടായിരുന്നു. എനിക്കൊന്ന് ഇന്നത്തെ തലമുറയ്ക്ക് അത്രയും അച്ചടക്കം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ബീഫ് ഞായറാഴ്ച മാത്രമേ മേടിക്കുന്നത്, 1/2 കിലോ ഇറച്ചിയാണ് വീട്ടിൽ മേടിക്കുന്നത്. ഞായറാഴ്ച പള്ളിയിൽ നിന്ന് അപ്പന് 1/2 കിലോ ഇറച്ചി മേടിച്ചോണ്ട് വരുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. ഏതാ നിങ്ങൾ 2 പെങ്ങന്മാരല്ലേ? 2 പേര്, 5 പേരുണ്ട്. ഞാൻ 2 ആണും 2 പെണ്ണുമായിരുന്നു. അപ്പൊ 6 പേര്.
അപ്പനും അമ്മയും 6 പേര്. അപ്പം എന്നാ അപ്പനും അപ്പൊ ഈ 6 പേർക്കൂടെ അരക്കില്ല എൻ്റെ മഞ്ജു അറിയാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പം പെങ്ങളെ എനിക്ക് 4 വയസ്സുള്ളപ്പോൾ മൂത്തോളെ കെട്ടിച്ചു വിട്ടു. രണ്ടാമത്തോള് 10 വയസ്സുള്ളപ്പോൾ കെട്ടിച്ചു വിട്ടു. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഒരു കാലമുണ്ടല്ലോ. അപ്പോഴും അവരുണ്ടായിരുന്നപ്പോഴും അങ്ങനെ തന്നെ. അപ്പൻ ബീഫ് കൂട്ടില്ല, ബാക്കി എല്ലാവരും കഴിക്കും. പക്ഷേ ഈ അരക്കിലോ ഇറച്ചി ഞാൻ അറിഞ്ഞുണ്ട് ഈ ആരും ബിരുദക്കാരും ചിലപ്പോൾ കാണും. മുടിയാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞു. അപ്പോൾ അപ്പ ചോദിച്ചാൽ ചില ഉരുളക്കിഴങ്ങ് സവോളയും കൂട്ടും. കൂട്ടിയിട്ട് ഒരു പെരളം കറി വെക്കും. അപ്പോൾ നിങ്ങൾക്ക് അവർ പറഞ്ഞ വിശ്വസിക്കില്ല, രാവിലെ സ്കൂളിൽ കൊണ്ടുപോകാൻ ആ ചോറിൻ്റെ അറ്റത്ത് അമ്മച്ചി ആ സ്നേഹം കൊണ്ട് ചില കരിഞ്ഞ ഒലത്തിറച്ചിയില്ലേ, തേങ്ങാക്കൊത്തോടു കൂടി ശകലം മൂലയ്ക്ക് വെച്ചേക്കും. ഏതാ തലേദിവസത്തിൻ്റെ ബാക്കിയാ. ഇന്നൊക്കെ അങ്ങനെയാണോ? ഇന്നൊക്കെ ഓരോരുത്തർ മേടിക്കും 4-5 കിലോ ഇറച്ചി ഒരാഴ്ച മേടിച്ചിട്ട് അങ്ങ് തിന്നുക. മറ്റേത് കൊതിക്കുന്ന ഒരു കാലമില്ലേ. ഈ കൊതിച്ച് ജീവിച്ചവരെല്ലാം അതിനോടൊരു വില കൽപ്പിക്കും. കൊതിക്കണം നമ്മൾ. എനിക്ക് പറയുന്നത് ഇന്നത്തെ ജനറേഷൻ ഏറ്റവും വലിയ പറയില്ല, ലഹരിക്കൊക്കെ അടിമയാണെന്ന് പറഞ്ഞു. ഇവർക്കൊന്നും കൊതിയില്ല, എല്ലാം കിട്ടിക്കഴിഞ്ഞിട്ട് ഇനി എന്ത് കിട്ടും, ഇനിച്ച പുഴാൻ കിട്ടുമോ അല്ലെ പരാമർ കിട്ടുമോ എന്ന് ചോദിച്ച് നടക്കുന്നവന്മാർ. എല്ലാം ഉണ്ടേ, എല്ലാം എന്താ കിട്ടാത്ത എല്ലാം ഷവർമ മറ്റേത് മറിച്ചത് എല്ലാവരും കുത്തിക്കയറ്റി കൊടുത്തു. അവിടെ നിന്ന് മറ്റേത് കാർഡ് മറ്റേത് മറിച്ചത് ചെയ്യുന്നു, ഓരോ ആപ്പും എല്ലാം കൊടുക്കുക. പിന്നെ എന്താണ് തൃപ്തി, ഇനി എന്ത് കിട്ടും, എനിക്ക് എന്തിനും പാമ്പിനെ കൊണ്ട് കൊത്തിച്ചാലോ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറേ, അതാണ് പ്രശ്നം. കൊതിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇല്ലായ്മ ഒരു വിധം കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഏതെങ്കിലും കുട്ടി ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? ഇല്ല, അത് താരതമ്യം കുറവാണ്, വളരെ കുറവാണ്. അവർ സ്ട്രഗിൾ ചെയ്യണം, അവൻ്റെ അപ്പൻ്റെ അമ്മയുടെ വിഷമം കണ്ടവൻ ജീവിക്കുക. മറ്റേത് എല്ലാമായി. അപ്പം പാവം ഗൾഫിൽ കഷ്ടപ്പെട്ട് കാശ് അയച്ചു കൊടുക്കുന്നു, അമ്മയ്ക്ക് ഇവിടെ ജോലി ഉണ്ടാവും, അതും കിട്ടുന്നു. എന്നിട്ട് ഇവൻ്റെ മൊബൈലിൽ കൊടുത്ത് എന്തൊക്കെയോ ചെയ്യുന്നു. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? സൗകര്യങ്ങൾ കൂടി ഇപ്പോൾ ലൈഫ് ഭയങ്കരമായിട്ട് പോസ്റ്റായി പോയി, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? സൗകര്യങ്ങൾ കൂടിയപ്പോൾ ഒരു കാര്യം പോയി, മനുഷ്യത്വം നഷ്ടപ്പെട്ടു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ പൊതുവേ എൻ്റെ പോസ്റ്റിൻ്റെ താഴെയോ അല്ലെങ്കിൽ എൻ്റെ നിങ്ങളൊക്കെ എടുക്കുന്നത് റീൽസ് കട്ട് ചെയ്ത് വരുന്നതിൻ്റെ താഴെയോ ഒന്നും ഞാൻ അധികം നോക്കാറില്ല. വെറുതെ ഇരുന്ന് നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ട്, അത് അവരുടെ ഇതാണ്. പക്ഷേ എന്നെ ആൾക്കാർ സ്നേഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ TV ഷോസിലും കൂടെ വരുന്നത് കൊണ്ട് അവരിൽ ഒരാളായിട്ടാണ് കാണുന്നത്. വീട്ടിലെ അംഗമാണ്. സോ അവർ വെളി വന്ന് കഴിയുമ്പോൾ ഞാൻ പുറത്തേക്കൊക്കെ വെച്ച് കാണുമ്പോൾ ഞാൻ എന്തായാലും പറഞ്ഞു, ദിലീപൻ്റെ അടുത്ത് പറഞ്ഞു, അതായത് ഈ സിനിമ എത്ര ചെയ്തെന്ന് പറഞ്ഞാലും ഈ ക്രൗഡിൻ്റെ ഇടയിൽ നിൽക്കുമ്പോൾ ചേച്ചി ഒരു ചിരി ഇരുചിരി ബമ്പർച്ചിരി, ഇതാണ് ആൾക്കാർ പറയുന്നത്. അപ്പൊ ആ സ്നേഹം നിൽക്കുമ്പോൾ ഈ നെഗറ്റീവുകളെല്ലാം കൂടെ വായിച്ചു കഴിഞ്ഞാൽ ആരെയും തിരിച്ചു സ്നേഹിക്കാൻ പറ്റുന്നില്ല എനിക്ക്. ഞാൻ അങ്ങനെ ഒരു ഇതിലേക്ക് പോയി. സീരിയസ്ലി ഞാൻ അങ്ങനെ ഒരു ഇതിലേക്ക് പോയി. കാരണം വെളിയിൽ ഇറങ്ങുമ്പോഴത്തേക്കും ഫോട്ടോ എടുക്കട്ടെ, പിന്നെന്താ അമ്മ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുക, ഒരു പയ്യൻ വന്ന് ചേച്ചി ഫോട്ടോ എടുക്കാം, വാ നീ നമുക്ക് എടുക്കാം എന്നൊക്കെ പറഞ്ഞ് അവരെയും ചേർത്ത് പിടിച്ച് വളരെ സ്നേഹത്തോടെ മിണ്ടി ടാറ്റയും കൊടുത്ത് അങ്ങനെ ഒരു മഞ്ജുപിള്ളയായിരുന്നു ഞാൻ. പക്ഷേ ഇത് വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു അകൽച്ച വന്നു തുടങ്ങി. ബിക്കോസ് ഇവനായിരിക്കും അത് ഇട്ടത്, അങ്ങനെ ഒരു ചിന്ത വന്നു തുടങ്ങി. ഇത് ഇത്രയും നമ്മളെ സ്നേഹിച്ചത് കാണിച്ച് ഇവനാണോ അവിടെ ഇരുന്ന് നെഗറ്റീവ് കമന്റ് ഇടുന്നത് എന്നൊക്കെ ഉള്ളൊരു തോന്നൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ ആൾക്കാരിൽ നിന്ന് ഇപ്പോഴും ഞാൻ അങ്ങനെ ചെയ്യും. ഞാനിപ്പോൾ കുഞ്ഞുങ്ങളെയും അമ്മമാരെയും കണ്ടാൽ മാത്രമേ ഞാൻ അവരുടെ അടുത്ത് സ്നേഹത്തിൽ പറയുന്നുള്ളൂ. ബാക്കി ഒരു സംശയ ദൃഷ്ടിയോടെ ഞാൻ നോക്കി തുടങ്ങി. സീരിയസ്ലി പെണ്ണുങ്ങളും ചെയ്യുന്നവരുണ്ട്, ഇഷ്ടംപോലുണ്ട് പെണ്ണുങ്ങൾ ചെയ്യുന്നവര്. കാരണം ഒരു ഇതിന്റെ അടിയില് എനിക്ക് അതിന്റെ ഫോട്ടോ ഇതെടുത്ത് അയച്ചു തന്നാണ്. ഒരു കൊച്ചു പറയാണ്, അത് റീല് പോയിരുന്നു, എന്നെ കിളവിന്ന് വിളിച്ചിട്ടൊരു ഒരു കാര്യമില്ല, ഞാനൊരു സ്കേർട്ടും ഏതോ ഒരു ഇതിന്റെ ഒരു പ്രൊമോഷൻ എന്തോ ആണ്, സ്കേർട്ടും ഒരു ടോപ്പും ഇട്ടിട്ട് പോകുന്ന ഇതില്, ഓ ചേച്ചി യു സ്റ്റിൽ ലുക്കിംഗ് യങ് എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു പെങ്കൊച്ചിൻ്റെ പ്രൊഫൈലാ, കിളവി എന്ന് പറഞ്ഞിട്ട് സാധനം ഇട്ടു. അതിൻ്റെ താഴെ ഇങ്ങനെ കുറേ അവരങ്ങനെയാണ്, പക്ഷെ അവരിപ്പോഴും ഈ പ്രായത്തിലും ഇങ്ങനെ ഇരിക്കുന്നില്ലേ, അതിനല്ലേ കൺഗ്രാജുലേറ്റ് ചെയ്യേണ്ടത്, നമ്മളൊക്കെ ഈ പ്രായത്തിലാണ്. ഇങ്ങനെ കുറേ ഡയലോഗ് വന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും അവസാനം ഈ കൊച്ചു എഴുതിയേക്കാണേ, കൊച്ച് എനിക്കറിയില്ല ആരാന്ന്. അതൊക്കെ ആയിരിക്കാം, പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷെ എനിക്ക് എന്താണെന്നറിയില്ല, ഈ സ്ത്രീയെ കണ്ടുകൂടാന്ന്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഞാൻ എന്ത് ചെയ്തിട്ടാടോ, എനിക്ക് കുട്ടി ആരാന്ന് പോലും അറിയില്ല. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ എനിക്ക് നെഗറ്റിവിറ്റി ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ ഇപ്പൊ കമന്റ്സ് നോക്കാറില്ല. വെറുതെ നമ്മളെ ശരീരം, നമ്മുടെ നെഗറ്റീവ് നമ്മുടെ ദേഹത്ത് കയറ്റിയിട്ട് എന്ത് കിട്ടാനാ? അതുകൊണ്ട് ഞാൻ കമന്റ്സ് എന്ന് പറയുന്ന സാധനം ഞാനിപ്പം നോക്കാറില്ല. പലരും എനിക്ക് പരാതി പറയുന്നുണ്ട്, ചേച്ചി ഞാനൊരു ഹായ് ഇട്ടിട്ട് ചേച്ചി അയച്ചിട്ടുണ്ട്, മോനെ നോക്കാറില്ലടാ. അതുകൊണ്ടാണ്
പണ്ട് എല്ലാത്തിനും കുത്തിയിരുന്ന മെസ്സേജിന് ഞാൻ ആൻസർ കൊടുത്തിരുന്ന ഒരാളാണ് ഞാൻ. എല്ലാവർക്കും മെസ്സേജ് ഞാൻ ഒരു കൊടുക്കുമായിരുന്നു. ചേച്ചി ഈ ഒരു ചിരിയൊക്കെ ആയിട്ട് തിരക്കിലായതുകൊണ്ട് ചെയ്യാത്തതാണ്, മനഃപൂർവ്വം ചെയ്യാത്തതല്ലേ? എനിക്ക് സത്യത്തിൽ എനിക്കതൊരു സീരിയസ്ലി, കാരണം ഞാൻ അങ്ങനെയുള്ളൊരു, അപ്പം ഈ മനുഷ്യന്മാർ തമ്മിലുള്ളൊരു കണക്ഷൻ വേൾഡ് മാറിപ്പോയി. പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കൈവിരൽ തുമ്പിലാണ് നമുക്ക് എല്ലാ സാധനവും. ആമസോണിൽ ഓർഡർ ചെയ്താൽ എന്തും അച്ഛനെ അമ്മ ചോദിച്ചാൽ എന്തും കിട്ടും. ഇപ്പം അതും കിട്ടുമെന്ന് തോന്നുന്നു. പിന്നെ ഫുഡ് ആപ്പുകൾ എന്തോരം ഉണ്ട്, അതിൽ ഓർഡർ ചെയ്താൽ ഇത് കിട്ടും. ഈ പറഞ്ഞ ചേട്ടൻ പറഞ്ഞ പോലെയാ, പിള്ളേർക്ക് ഇപ്പം പാവപ്പെട്ടവർ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്. 1-2 പേരേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ചേട്ടാ ഈ പറഞ്ഞ പോലെയാണ്, വിഷ്ണു പറഞ്ഞ പോലെ ചാൻസസ് അധികമുണ്ട്. അവരെന്ത് ജോലിയും ചെയ്ത് അവരുടെ നീഡ്സ് അത് പ്രാവർത്തികമാക്കുന്നുണ്ട്. ഇന്നത് വേണം എന്ന് പറയുമ്പോൾ അവർ എന്ത് ജോലികൾ ഇപ്പം ഇഷ്ടം പോലല്ലേ ഇവിടെ. ജോലി എടുത്തിട്ട് അവരവരുടെ ഈ പറഞ്ഞ ജോലി എടുക്കുമ്പോൾ അതിനോട് കുറച്ചൊരു വില തോന്നും, കഷ്ടപ്പാടിന്റെ വില അറിയും. പക്ഷെ അവരുടെ മക്കള് ആ കഷ്ടപ്പാട് അറിയുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞു തന്നെ. എന്നോട് ബിബിൻ ജോർജ് പറഞ്ഞതാണ്, ഇവര് അമരക് ബ്രാൻഡിനെ ആലോചിച്ചത് പണ്ടത്തെ നാടോടിക്കാറ്റ് മീറ്ററില്ല. പക്ഷെ നാടോടിക്കാറ്റിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അന്ന് ജോലി ഇല്ലായിരുന്നു. അമരക് ബ്രാൻഡിൽ ഇപ്പൊ ഒരുപാട് ജോലികളുണ്ട്. അതാണ് ആ ചെറുപ്പക്കാരുടെ പ്രശ്നം. പക്ഷെ നാടോടിക്കാറ്റിൽ ജോലി ഇല്ലാത്തതായിരുന്നു. ഇപ്പൊ വീട്ടിലിരുന്ന് തന്നെ ഓൺലൈൻ ബിസിനസ്, ഡ്രസ്സിന്റെ കമ്മലിന്റെ എന്തൊരു ബിസിനസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ചാൻസസ് ഉണ്ട്. എന്ത് പ്രൊഫഷനും നമുക്ക് ഒരു വിരൽ തുമ്പിലാണ്. നമ്മുടെ ജോലി, നമ്മുടെ ലൈഫ് ഡേഞ്ചറാണ് ചില സമയത്ത് കേട്ടോ. സീരിയസ്ലി പേടിയാവും ചിലപ്പോൾ. ചൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു, ഇപ്പം രജിത് സജീവ് അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റുകൾ ചൂസ് ചെയ്യുന്നത്, അതിലത്തെ ലീഡ് ആക്ടർ. അപ്പോൾ അദ്ദേഹം ഒന്നിനൊന്ന് എന്തെങ്കിലും വ്യത്യസ്തത വരുത്താൻ വേണ്ടിയിട്ട് ഒരു പുഷ് ഉള്ളിൽ നിന്ന് നടത്തുന്ന പോലെ ഡെഫിനറ്റ്ലി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗോളം പോലെയല്ല ഗൽബ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഗൽബ് പോലെയല്ല ഇപ്പോൾ UK ഒക്കെ ചെയ്യുന്നത്. ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അദ്ദേഹം എടുക്കുന്ന ചോയ്സ്, അല്ലെങ്കിൽ അദ്ദേഹം പുഷ് ചെയ്യാൻ എടുക്കുന്ന സ്ക്രിപ്റ്റുകളുടെ ഒരു സെലക്ഷൻ, അത് കാണുമ്പോൾ ഒരു കോ ആക്ടർ എന്നുള്ള രീതിയിലും ഡയറക്ടർ എന്നുള്ള രീതിയിലും ജോണി ചേട്ടൻ എന്താ തോന്നുന്നത്? ഇത് മെയിനായിട്ടും രഞ്ജിത്ത് സജീവ് ആരാണെന്ന് പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ടുള്ളത് രഞ്ജിത്ത് സജീവ് തന്നെ. അതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ഞാൻ എന്നെ മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പോൾ രഞ്ജിത്ത് സജീവിന് അറിയാം രഞ്ജിത്ത് സജീവിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള നല്ല ധാരണയാണ്. ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് നേരെ നായകനം വന്നതല്ല, കുറച്ച് തീരുമാനവുമായിട്ട് വലിയ ഒരു ബിസിനസ് അത് വേണ്ടെന്ന് വെച്ച് തൻ്റെ മാതാപിതാക്കളുടെ ഇഷ്ടത്തിന് പഠിച്ച ഒരു ഡിഗ്രി എടുത്തതിന് ശേഷം അഭിനയത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച ആളാണ്. പിന്നെ അതിനുവേണ്ടി ഒരു ഡെഡിക്കേഷൻ ഉണ്ടല്ലോ, അതായത് കൃത്യമായ ശരീരം നോക്കുക, കൃത്യസമയം പാലിക്കുക, ഒരു സീൻ കിട്ടിയാൽ അത് തത്വത്തോളം പഠിച്ച് പല രീതിയിൽ ചെയ്ത് മനസ്സിലാക്കുക എന്നൊക്കെ പറയുന്ന ഒരു കാര്യം. ഒരുപാട് സൗകര്യത്തിൽ നിന്ന് വന്ന സൗകര്യങ്ങൾ ആളുകളെ ചീത്തയാക്കുമെന്ന് പറയുമ്പോഴും സൗകര്യങ്ങൾ നന്നാക്കപ്പെടുന്നുണ്ട്. കാരണം ഇതെല്ലാം എൻ്റെ ഇപ്പം ഈ പറഞ്ഞ മാതാപിതാക്കളായാലും എന്നെ കഷ്ടപ്പെട്ട് വളർത്തി എന്നെ അവർക്ക് ഒരു നമുക്ക് തിരിച്ച് കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പം ഞാൻ സിനിമയ്ക്ക് പോകുമ്പോൾ ലോകത്ത് ആരെങ്കിലും സിനിമയിലോട്ട് പോവോ എന്നുള്ള വേദന എൻ്റെ മാതാപിതാക്കൾക്ക് ഉണ്ടാവും. പക്ഷെ ഞാനൊരു സംവിധായകനായപ്പോൾ കാണിച്ചു കൊടുക്കുമ്പോഴാണല്ലോ അവർക്ക് എൻ്റെ മോൻ ഏതാ എന്ന് പറയുന്നൊരു സന്തോഷം ഉണ്ടാകുന്നത്. അപ്പോൾ ആ രീതിയിൽ രഞ്ജിത്ത് ഇപ്പം പ്രൂവ് ചെയ്യപ്പെടുകയാണ്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ പൃഥ്വിരാജും നമ്മുടെ ഉണ്ണി മുകുന്ദനും ഒക്കെ വന്ന പോലെ അവരെ പോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവരെ ആളുകൾ തുടക്കകാലത്ത് അവരൊക്കെ സ്വീകരിച്ചല്ലോ. ഒരു കുറേ കാലം എടുത്തു, ടൈം എടുത്തു. പക്ഷെ അത്രയും സമയം എടുക്കുകയില്ലായിരിക്കും രഞ്ജിത്തിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു. കാരണം പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ ഫൈറ്റും ഡാൻസും ഒക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഫൈറ്റും ഡാൻസും ഞാൻ ടൈമിങ്ങിന്റെ ഒരു കാര്യമാണല്ലോ. പിന്നെ ഈ പറഞ്ഞാൽ ഇപ്പം ജീവിതാനുഭവമുള്ള കുറച്ച് കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ട്, പുതിയ ആളുകളുമായിട്ട് മിങ്കിളാകുന്നുണ്ട്. പിന്നെ ഉള്ളിൽ ആ ഫയറും ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ഹീറോ ആയിരിക്കും. ഞാൻ തുറന്നു പറയാം, നല്ല പെരുമാറ്റമായിരുന്നു. ഞാനിതൊന്നും ഒരാളെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നതൊന്നുമല്ല. നല്ല പെരുമാറ്റമുള്ള നല്ല പയ്യനായിരുന്നു മഞ്ജുവിനൊക്കെ. നമുക്കൊക്കെ ഒറ്റ നോട്ടത്തിൽ ഒരാളെ കാണുമ്പോൾ തിരിച്ചറിയാമെന്നാണ് നമ്മുടെ വിശ്വാസം. അത് 100% ചിലർ നമ്മളെ തെറ്റിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഒരിക്കലും തെറ്റിക്കുകയില്ല എന്ന് നമുക്ക് തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയാണ് രഞ്ജിത്ത് സജീവ്. ഞാൻ ഉറപ്പ് പറയുന്നു, ഇനി ഒരു അവസരത്തിൽ നമുക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലാവും, രഞ്ജിത്ത് വൺ ഓഫ് ദി ഉറപ്പുള്ള താരം തന്നെയായിരിക്കും മലയാളത്തിൽ. ഈ മൊമെന്റ്സ് ഉണ്ടല്ലോ ചേച്ചി, ഫാലിമിയിൽ ഇപ്പോൾ എല്ലാവരും കൂടി റൂമിലേക്ക് പോയിട്ട് അച്ഛനും മകനും മാത്രം റൂമിന് പോകത്തുനിന്ന് സംസാരിക്കുന്നത് ഒരു മൊമെൻ്റ് ആയിരുന്നു. അതാണ് ആളുകൾ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് പോയൊരു മൊമെൻറ്റ്. അല്ലെങ്കിൽ ഇപ്പോൾ ഹോം എടുത്ത് നോക്കുകയാണെങ്കിൽ പട്ടിയ എന്ന് പറഞ്ഞ് ഓടിക്കുന്ന ഇന്ദ്രൻസിൻ്റെ ഒരു മൊമെൻ്റ് ഉണ്ട്. അതുപോലെ കൊണ്ടുപോകാൻ പറ്റാവുന്ന മൊമെൻറ്റുകൾ UK-യിലുണ്ടോ? അത് ഇവരോട് ചോദിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇവരാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് സിനിമയിൽ. ഏറ്റവും ഫസ്റ്റ് ടു ലാസ്റ്റ് അച്ഛനും മകനും തന്നെയാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് വന്ന
എന്താ പറയണ്ടേ, നല്ല ക്യാരക്ടറാണ്. മറ്റേ കഥാഗതി തിരിക്കുന്ന അല്ല 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 ആ ക്യാരക്ടർ അല്ല, മഞ്ജു ഭയങ്കര സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. ഇപ്പൊ ഞാൻ ഹോമിൽ ചെയ്ത പോലെ ഒരു ക്യാരക്ടറാണ് മഞ്ജു ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇപ്പൊ ഇന്ദ്രണ്ണനും ഞാൻ ഹോമിൽ ചെയ്തേക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഏത് അങ്ങനെ കൊടുക്കൽ വാങ്ങലായിട്ട് വേണമെങ്കിൽ പറയാം. ജോണി ചേട്ടൻ, ഞാൻ, ഇന്ദ്രൻ ചേട്ടൻ, പിന്നെ വേറെ 2 ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്, സംഗീത, മീര വാസുദേവ്, അങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. ഞങ്ങളെല്ലാം ഒരുമിച്ച് പഠിച്ചവർ. എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ സിനിമയിൽ നായകനായിട്ട് എൻ്റെ ചെറുപ്പകാലം അതൊരു പ്രണയം, അത് മഴയത്ത് ഷൂട്ട് ചെയ്തിട്ട് ഒരു സിനിമയിൽ വരുന്നു? ഞാൻ നായകനല്ലേ സിനിമയിൽ? അല്ല, നായകനല്ല, നായകനൊപ്പം നായകന്റെ പ്രണയം പോലെ ഈ പ്രണയവും. അല്ല, അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്നാ പറയണ്ടത്, എനിക്ക് ഫാന്റസി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനൊന്നും ഇല്ല. അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടില്ല. ഞാൻ നടനാകണമെന്ന് തന്നെ ചിന്തിച്ചിട്ടില്ല. പിന്നെ ഇതൊക്കെ സംഭവിച്ചു. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നി ഇപ്പൊ ദിലീപായിട്ട് ഞാൻ ഈ പടത്തിൽ അഭിനയിച്ചല്ലോ, നമ്മുടെ പണ്ട് ഞാൻ ഇപ്പം ദിലീപിൻ്റെ കൂടെ എത്രയോ പടങ്ങൾ എൻ്റെ സിനിമകളിൽ തന്നെ അനീഫ് ഖാ, അശോകേട്ടൻ, സെലിംകുമാർ, അല്ല അവരൊക്കെ ഈ കൂടെ ദിലീപിനോട് അഭിനയിച്ചപ്പോൾ അന്ന് അതിൻ്റെ പിന്നാമ്പുറത്തൊരു ഒരാളാണ് ഞാനൊരിക്കലും ചിന്തിച്ചിട്ടില്ല പിന്നീട് എനിക്കിങ്ങനെ ഒരു കൂട്ടുകാരനായിട്ട് ചെയ്യേണ്ടി വരുമെന്ന്. അപ്പോൾ അത് ഞാൻ എൻജോയ്, ഞാനിങ്ങനെ ഓർക്കും ഓരോ എന്നാ പറയുക ഓരോ നടത്തിപ്പോയി. എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് CID മ്യൂസിക് ശേഷം അതുപോലൊരു സ്ലാപ്സ്റ്റിക് സിനിമ, അത്രയും ഒരിക്കലും നടക്കാത്ത സംഭവങ്ങൾ വെച്ച് എന്നാൽ അത് തമാശയാണ്, അങ്ങനെ ഒരു സിനിമ സംഭവിക്കാത്തെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ള സിനിമകൾ പിന്നീട് വന്നേക്കാം. കുറച്ചു കാലം കഴിഞ്ഞ് വരാതായപ്പോൾ ഓർത്തു എടുക്കടാ ഒന്ന് കാണട്ടെ, അതൊക്കെ കുറച്ച് നമുക്ക് തോന്നുമല്ലോ. വലിയ പാടാവും. ഞാൻ അതൊക്കെ വൺസ് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ മേക്കറായതുകൊണ്ട് പറയുകയാണ്, അതുപോലത്തെ പെർഫെക്ഷന് നമ്മൾ പറയില്ല സിനിമ ഉണ്ടാകുന്നതാണ്. ഇത് അമയാണ്, എല്ലാവരും കൂടെ കൂടിയിട്ട് അതൊരു ദൈവാനുഗ്രഹം. അങ്ങനെ അമഞ്ഞ കുറേ സിനിമകൾ മലയാളത്തിലുണ്ട്. അതിൽ പ്രഥമ സ്ഥാനം കൊടുക്കാവുന്ന സിനിമയാണ്. കാരണം ഡോഗ്, മൂസ, അതിൻ്റെ ഒരു ഡിഫിക്കൽട്ട് ഒരുപാട് വശങ്ങളുണ്ട്. ചെയ്സ കാര്യങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ ഭൂമി കുലുക്കെന്ന് പറഞ്ഞ് ഇതാക്കിയിട്ടേ അമ്പിടിച്ചിട്ട് ഇറങ്ങി ഓടുമ്പോ ബിന്ദു ചേച്ചി ആ മിക്സി എടുത്തില്ല എന്നും പറഞ്ഞു. അത് നമ്മൾ ചിന്തിക്കാൻ പറ്റുന്ന കാര്യം. നമ്മളൊക്കെ ജീവനം കൊണ്ട് പോകത്തില്ലേ ഇപ്പൊ എങ്ങനെയാണ്? പക്ഷെ അത് സിനിമയിൽ മാത്രമേ അങ്ങനെ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. അതുപോലെ മീശ പോയിരിക്കും പറയില്ലേ, നിങ്ങള് മീശ മുഴുവൻ പഠിച്ചിട്ട് താട്ടുമല്ല പറയുന്നത്, നമ്മളെ അത് ശരിക്കും അതിന് സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഇന്നാണെന്നുണ്ടെങ്കിൽ റിവ്യൂ പറയുന്നവർ അവരെ വലിച്ചു കീറിയനെ. വ്യത്യസ്തതയുള്ള വേഷങ്ങൾ നിങ്ങളെ തേടി വരണം. ഇപ്പൊ പറഞ്ഞ നെഗറ്റീവ് ക്യാരക്ടർ പോലെ ആരോടാ കളിക്കുന്നറിയാമോ? വിഷ്ണു എന്ന് പേരേ ഉള്ളൂ. കംസനാണവൻ, കംസൻ. വിഷ്ണു അല്ലേ? വിഷ്ണു അല്ലേ? നേരത്തെ പറഞ്ഞ പോലെ ഈ സിനിമയിലെ കഥാഗതി മാറ്റുന്ന വേഷങ്ങൾ, അച്ഛൻ വേഷങ്ങളുടെ ഒക്കെ അപ്പുറത്ത് ആഗ്രഹമുള്ള വേഷങ്ങൾ കൂടി നിങ്ങളിലേക്ക് തേടി എത്തണം. ഇപ്പം നിങ്ങൾ വേറൊരു സ്പേസിലേക്ക് മാറിയിട്ട് നിങ്ങളുടെ ഈ അച്ഛനമ്മയിലേക്ക് വരാൻ വേണ്ടി കൊതിക്കുന്ന വേറൊരു സെറ്റ് ഓഫ് ആൾക്കാരുണ്ട്. സമ്മതിക്കില്ലേ? പിന്നെ വിഷ്ണു, നിനക്ക് ഒരു കോംപ്ലിമെന്റ് ഉണ്ട് മോനെ. അറിയോ, ഞാൻ അധികം കാണാറില്ല. ഇപ്പൊ ജഗദീഷ് എന്നോട് ചോദിച്ചിട്ടില്ല, ഞാൻ 1-2 കണ്ടിട്ടുണ്ട്. അപ്പൊ കറക്റ്റ് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതായത് നമ്മൾ ഈ എപ്പോഴും ചോദിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നവരുണ്ട്, അത് നല്ലതാണ്. പക്ഷേ ശരിയായിരുന്നല്ലേ, നമ്മൾ വിട്ടുപോയതാണല്ലോ ഈ ചോദ്യം എന്ന് വിചാരിക്കുന്ന ചില ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. നല്ലതാണ്, അത് നിലനിൽക്കട്ടെ. അപ്പോൾ ആ വിധത്തിലുള്ള വില്ലൻ വേഷങ്ങൾ, നെഗറ്റീവ് വേഷങ്ങളൊക്കെ സംഭവിക്കട്ടെ. ഒരുപാട് നന്ദി നേരത്തിന്. താങ്ക് യു വിഷ്ണു, താങ്ക് യു സോ മച്ച്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.